നമസ്കാരം. അമേരിക്കയുടെ സ്ഥിരതാമസ രേഖയായ ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ട നയം മാറ്റം H1B വിസ ഉടമകൾക്ക് ബാധകമായേക്കില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന H1B വിസ ഉടമകൾക്ക് അമേരിക്ക വിടേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് സൂചിപ്പിച്ചാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസ് വക്താവ് സക് ഹക്ലർ രംഗത്തെത്തിയത്. അതായത് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതോ അല്ലെങ്കിൽ ദേശീയ താല്പര്യമുള്ളതോ ആയ സേവനങ്ങൾ നൽകുന്ന നിരവധി അപേക്ഷകർക്ക് ഈ പ്രക്രിയയ്ക്കിടെ അമേരിക്കയിൽ തന്നെ തുടരാനാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ കുടിയേറ്റ നയത്തിന്റെ വലിയ മാറ്റം US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പ്രഖ്യാപനം നടത്തിയത്. അതായത് ഈ മാറ്റത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നതിന് പിന്നിൽ പൊതുവെ ഒരു ആശങ്ക നിലനിന്നിരുന്നു. പുതിയ നയം അനുസരിച്ച് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർ ആദ്യം അമേരിക്ക വിടണം. തുടർന്ന് മാതൃരാജ്യത്തെ എംബസിയോ കോൺസുലേറ്റോ മുഖേന അപേക്ഷ സമർപ്പിക്കണം. സ്റ്റാറ്റസ് മാറ്റാൻ ആഗ്രഹിക്കുന്നവർ അസാധാരണമായ സാഹചര്യങ്ങൾ ഒഴികെ രാജ്യത്തിന് പുറത്തുള്ള കോൺസുലാർ പ്രോസസ്സിംഗിലൂടെ മാത്രമേ അത് ചെയ്യാവൂ എന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസ് വ്യക്തമാക്കിയത്. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുവാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങളുടെ ഒടുവിലത്തെ നടപടി കൂടിയാണ് ഇത്. ഇതുവഴി വിസ കൈവശമുള്ളവർക്കും സന്ദേശകർക്കും US ആയിരിക്കുമ്പോൾ തന്നെ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ അനുവദിക്കുന്ന പഴുതുകൾ അടയ്ക്കാനാണ് ഭരണകൂടത്തിന്റെ ശ്രമം. അതേസമയം US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വക്താവ് സക് ഹക്ലറുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം അമേരിക്കയുടെ താൽക്കാലിക വർക്ക് വിസയായ H1B വിസയിൽ രാജ്യത്ത് എത്തി ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആശ്വാസകരമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ദേശീയ താല്പര്യമുള്ളതോ ആയ അപേക്ഷകൾ സമർപ്പിക്കുന്നവർക്ക് അവരുടെ നിലവിലത്തെ രീതിയിൽ തന്നെ തുടരാൻ സാധിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വ്യക്തിപരമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരോട് വിദേശത്തു നിന്നും അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കും മുമ്പ് ഭൂരിഭാഗവും താൽക്കാലിക വിസ ഉടമകൾക്ക് മാതൃരാജ്യത്തേക്ക് മടങ്ങേണ്ടി വരും എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. വർഷങ്ങളായി താൽക്കാലിക വിസകളായ H1B, L1 എന്നിവ ഉള്ളവർക്കും വിദ്യാർത്ഥി വിസയിൽ എത്തിയവർക്കും അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് മുഖേന അമേരിക്കയിൽ തുടർന്നുകൊണ്ട് തന്നെ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശം എത്തിയതോടെ ഇത്തരം വിസ ഉടമകൾ US പുറത്ത് വർഷങ്ങളോളം കുടുങ്ങിപ്പോകുന്ന സാഹചര്യം സംജാതമാകും. ഇത് അപേക്ഷകർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ വഴിവെച്ചേക്കാം. ഇതിനാണ് പുതിയ വെളിപ്പെടുത്തലോടെ ഒരു തൽക്കാലം ആശ്വാസം കിട്ടിയിരിക്കുന്നത്.